കിളികളും പൂമ്പാറ്റകളും നിറഞ്ഞ അതിമനോഹരമായ ഒരു ഗ്രാമം. അവിടെ രാമു എന്ന മരപ്പണിക്കാരനായ യുവാവ് താമസിച്ചിരുന്നു. അവൻ അവന്റെ ജോലി ഇഷ്ടത്തോടെയും വളരെ താല്പര്യത്തോടെയും ചെയ്തിരുന്നു. അവന്റെ വീടിന്റെ അടുത്ത് കുറെ കൊച്ചു കുട്ടികൾ ഉണ്ടായിരുന്നു. അവൻ ജോലി ചെയ്യുമ്പോഴെല്ലാം കാണാനായി അവർ വരുമായിരുന്നു. കുട്ടികളോടൊപ്പം ചെലവഴിക്കുന്നതും അവനും വളരെ ഇഷ്ടമായിരുന്നു. നാട്ടുകാരെല്ലാം അവന്റെ ജോലിയെ പറ്റി പുകഴ്ത്തി പറയുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് രാമു പുറം നാട്ടിൽ ജോലിക്ക് പോകുന്നത് പതിവായിരുന്നു. അങ്ങനെയിരിക്കെ രാജകൊട്ടാരത്തിലും രാമുവിനെ പറ്റിയുള്ള വാർത്ത പടർന്നു. ഈ വാർത്ത കേട്ട രാജാവ് രാമുവിനെ ഒന്ന് പരീക്ഷിക്കണമെന്ന് തീരുമാനിച്ചു. രാമുവിനെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പടയാളികൾ പുറപ്പെട്ടു. പടയാളികൾ രാമുവിനോട് കൊട്ടാരത്തിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ രാമു പേടിച്ചുപോയി. പടയാളികൾ രാമുവിനെ കൂട്ടി കൊട്ടാരത്തിലേക്ക് അതിവേഗം പുറപ്പെട്ടു. രാമുവിന്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചതിനു ശേഷം രാജാവ് പറഞ്ഞു, എനിക്ക് നീ 100 പടയാളികളെ ഉണ്ടാക്കി തന്നെ. കാട്ടിലെ ഏറ്റവും ബലമുള്ള തടി കൊണ്ട് വേണം എനിക്ക് നീ ശില്പങ്ങൾ. ഇത് കേട്ട രാമു പറഞ്ഞു, ശരി രാജാവേ, ഞാൻ ഉണ്ടാക്കി തരാം. നിനക്കു ഞാൻ 1 മാസം സമയം തരും. അതിനുള്ളിൽ നീ ഉണ്ടാക്കി തന്നില്ലെങ്കിൽ നിന്റെ തല ഞാൻ വെട്ടും. തന്നേക്കാൾ മുകളിൽ ആരും വളരുന്നത് രാജാവിന് ഇഷ്ടമല്ലായിരുന്നു. 1 മാസം എന്നത് ഞാൻ നിനക്ക് 6 മാസമാക്കി തരുന്നു. എന്നിട്ടും നീ എനിക്ക് കൊണ്ടു തന്നില്ലെങ്കിൽ നിന്റെ തല ഞാൻ വെട്ടും. അതിന് ഒരു മാറ്റവും ഉണ്ടാകുകയില്ല. ഭയന്നു പോയ രാമു അന്നു തന്നെ കാട്ടിലേക്ക് പുറപ്പെട്ടു. രാമു ഉടനെ തന്നെ കാട്ടിൽ ചെന്ന് മരങ്ങൾ വെട്ടാൻ തുടങ്ങി. രാവും പകലും കഷ്ടപ്പെട്ട് അവൻ മരങ്ങൾ വെട്ടി. മരങ്ങളെല്ലാം വെട്ടിയതിനു ശേഷം രാമു വെട്ടിയ മരങ്ങൾ എല്ലാം അടുക്കി അടുക്കി വെച്ചു. രാമു മരങ്ങളുമായി വീട്ടിലേക്ക് പുറപ്പെട്ടു. വീട്ടിൽ ചെന്ന് ഉടൻ തന്നെ പണിയും ആരംഭിച്ചു. ദിവസങ്ങൾ ഒത്തിരി കഴിഞ്ഞു. ശില്പങ്ങൾ തയ്യാറായിരിക്കുന്നു. രാമു താനുണ്ടാക്കിയ ശില്പങ്ങളെല്ലാം നിരത്തി വെച്ചു. ശില്പങ്ങളുമായി രാമു കൊട്ടാരത്തിലെത്തി. ശില്പങ്ങൾ കണ്ട രാജാവിന് വളരെ സന്തോഷമായി. രാജാവ് പെട്ടെന്നൊരു തീരുമാനമെടുത്തു. ഈ പടയാളികൾക്ക് ജീവൻ നൽകിയില്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നു കളയും. രാമു ഇത് കേട്ട് ഭയന്ന് വിറച്ചു. അയ്യോ രാജാവേ, എനിക്കതിന് ഒരിക്കലും സാധിക്കുകയില്ല. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ള ചിന്തയായി രാമുവിന്. അന്ന് രാത്രി വന്ന് രാമു വെള്ളവും ഭക്ഷണവും എടുത്ത് ദൂരേക്ക് ഓടിപ്പോയി. മൃഗങ്ങളുടെ ശബ്ദം രാമുവിനെ വല്ലാണ്ട് ഭയപ്പെടുത്തി. രാമു കരഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ഓടി. ഓടി ഓടി അവൻ ഒരു മരുഭൂമിയിൽ എത്തിച്ചേർന്നു. ഓടി ഓടി തളർന്ന അവൻ ഭക്ഷണം കഴിക്കാനായി ഒരു സ്ഥലത്തിരുന്നു. സഞ്ചിയിൽ നോക്കിയപ്പോൾ ആകെ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് അതുവഴി ഒരു അമ്മൂമ്മ വന്നത്. ദാഹിച്ചു വലങ്ങിയ അമ്മൂമ്മയ്ക്ക് രാമു വെള്ളം നൽകി. പകരം രാമുവിന് അമ്മൂമ്മ കുറച്ച് മാന്ത്രിക ജലവും നൽകി. ഈ മാന്ത്രിക ജലം തളിച്ചിട്ട് നിന്റെ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ നിന്റെ ആഗ്രഹം നടക്കും. അപ്പോൾ രാമുവിന് വളരെ സന്തോഷമായി. രാമു അമ്മൂമ്മയോട് നന്ദി പറഞ്ഞു. അപ്പോൾ തന്നെ അമ്മൂമ്മ മാഞ്ഞുപോയി. രാമു അമ്പരന്നു. ഈ വെള്ളത്തിനെന്തോ അത്ഭുത ശക്തിയുണ്ടെന്ന് രാമുവിന് മനസ്സിലായി. രാമു മാന്ത്രിക ജലവുമായി കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. ഈ സമയം പടയാളികൾ രാമുവിനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. രാമുവിനെ കാണാത്തത് കൊണ്ട് രാജാവ് ദേഷ്യത്തിൽ നിൽക്കുകയായിരുന്നു. രാമുവിനെ പിടിച്ചുകൊണ്ടുവരാൻ രാജാവ് എല്ലാ പടയാളികളെയും ഏർപ്പാടാക്കി.
ഈ സമയത്താണ് രാമു കൊട്ടാരത്തിലേക്ക് വന്നത്. രാമു, നീ വേഗം പടയാളികൾക്ക് ജീവൻ നൽകൂ. രാമു കയ്യിലുണ്ടായിരുന്ന മാന്ത്രിക ജലം എടുത്തു. എന്നിട്ട് മാന്ത്രിക ജലം പടയാളികളുടെ മേൽ തളിച്ചു. ഉടനെ പടയാളികൾക്ക് ജീവൻ വെച്ചു. ജീവൻ വെച്ച പടയാളികൾ അഭ്യാസങ്ങൾ കാണിക്കാൻ തുടങ്ങി. പടയാളികൾ രാമുവിനെ അവരുടെ തലവനായിട്ടാണ് കണ്ടത്. മാന്ത്രിക ജലത്തിന്റെ അത്ഭുതം കൊണ്ട് രാമുവിന്റെയും പടയാളികളുടെയും കണ്ണിൽ തീജ്വാല വന്നു. രാമു അവരോട് പറഞ്ഞു, നിങ്ങൾ തടിപ്പട്ടാളമല്ല, നിങ്ങൾ തീപ്പട്ടാളമാണ്. രാമുവിനെയും പടയാളികളെയും കണ്ട രാജാവ് ഭയന്നു. അവരെ തടയൂ എന്ന് രാജാവ് ഉത്തരവിട്ടു. ഇത് കേട്ട പടയാളികൾ സൈന്യത്തിന് നേരെ പാഞ്ഞെടുത്തു. അവരെ തോൽപ്പിക്കാൻ നമുക്ക് നിസ്സാരം, രാജാവ് പടയാളികളോട് പറഞ്ഞു. എന്നിട്ട് രാജാവും പടയാളികളും ചിരിച്ചു. തീപ്പട്ടാളത്തിന്റെ അഭ്യാസങ്ങൾ കണ്ടിട്ട് രാജാവ് ഭയന്നു വിറച്ചു. പടയാളികൾ ആദ്യം ഓടി. പുറകെ പേടിച്ചു പോയ രാജാവും ഓടി. ഓടി ഓടി രാജാവ് നിലത്ത് വീണു. രാജാവിന്റെ കിരീടം തെറിച്ചുപോയി. അവർ പോയെന്ന് കരുതി രാജാവ് സന്തോഷിച്ചു. പക്ഷേ തീപ്പടയാളികൾ മുന്നോട്ട് തന്നെ വന്നു. രാജാവ് ഭയന്ന് വിറച്ചു. രാജാവ് കൊട്ടാരത്തിൽ ഒളിച്ചിരുന്നു. കൊട്ടാരത്തിലെ സേവകരെല്ലാം കൂട്ടത്തോടെ ഓടി. രാമുവിന്റെ തീപ്പടയാളികൾ അപ്പോഴും ആക്രമണം തുടർന്നു. തുടരെ തുടരെ അവർ കൊട്ടാരത്തെ ആക്രമിച്ചു കൊണ്ടേയിരുന്നു. താൻ വിജയിച്ചുവെന്ന് രാമുവിന് മനസ്സിലായി. അവനും തീപ്പടയാളികളും കൂടി നൃത്തം വെച്ചു. അവർക്ക് എന്നൊന്നില്ലാത്ത സന്തോഷം തോന്നി. എല്ലാം കഴിഞ്ഞപ്പോൾ കൊട്ടാരം ശൂന്യമായി കിടക്കുന്നു. രാമു പോയെന്ന് കരുതി രാജാവ് പുറത്തിറങ്ങി. അപ്പോഴേക്കും രാമു വന്നു. രാജാവ് പേടിച്ചുകൊണ്ട് പറഞ്ഞു, രാമു, എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയിക്കൊള്ളാം. രാമു രാജാവിനോട് ക്ഷമിച്ചു. രാമു വീണ്ടും പഴയ പോലെ അവന്റെ ജോലി തുടർന്നു. അവൻ കുറച്ചു നേരം അവന്റെ തീപ്പടയാളികളെ പറ്റി ആലോചിച്ചു നിന്നു. തന്റെ കഴിഞ്ഞ കാലത്തെ ഓർത്ത് അവൻ ദൈവത്തോട് നന്ദി പറഞ്ഞു. രാമു അവന്റെ നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ നാട്ടുകാർക്കെല്ലാം സന്തോഷമായി. അവരെല്ലാം സന്തോഷത്തോടെ നൃത്തം ചെയ്തു. അപ്പോഴേക്കും അവന്റെ കൊച്ചു കൂട്ടുകാരും എത്തി. അവരോട് രാമു നടന്ന കാര്യങ്ങൾ എല്ലാം പറഞ്ഞു. മറ്റുള്ളവരുടെ ഉയർച്ച കണ്ട് നമ്മൾ ഒരിക്കലും അസൂയപ്പെടരുത്.